ഈ ഒരു വീടിന്റെ വീഡിയോ കണ്ടാൽ ഉടനെ തന്നെ നിങ്ങൾ മാർബിൾ ഹോംസിലേക്ക് വിളിക്കും. അതിനുള്ള കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട ലൊക്കേഷനിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിനൊക്കെ വളരെ അടുത്താണ്. നമുക്ക് തേവയ്ക്കൽ ജംഗ്ഷനിൽ നിന്നും ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരമൊക്കെ ഞാൻ പറയുമ്പോഴേക്കും നിങ്ങൾ കറക്റ്റ് ആയിട്ടത് മനസ്സിലാവും. എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്ത് തേവയ്ക്ക് നിന്നും ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന റോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ബസ് റൂട്ടാണ്. ആ ഒരു ബസ് റൂട്ടിന് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വീട് വരുന്നത്. ഇവിടെ റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴിയാണ്. ഈ ഒരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് കാർ പാർക്കിങ്ങിനൊക്കെ നല്ല ലെങ്തി ആയിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ രണ്ട് സൈഡിലേക്കും ഓപ്പൺ ചെയ്യാവുന്ന ഭംഗിയായിട്ട് ലേസർ കട്ട് ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. 4 സെന്റ് ലാൻഡിൽ 1750 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന മനോഹരമായ വീട് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്താൽ ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന സ്പേസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വലിയ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഏറ്റവും വലിയ കൺസേൺ ആണ് വലിയ കാറുകൾ 2 എണ്ണം പാർക്ക് ചെയ്യാൻ സ്പേസ് ഇല്ല എന്നുള്ളത്. അത് പരിഹരിക്കുന്ന ഒരു വീടാണ്. വീടിന്റെ എലിവേഷൻ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഫ്രണ്ടിലുള്ള ഡബിൾ ഹൈറ്റഡ് ആയിട്ട് കാണുന്ന പോർഷനിലെ പില്ലറുകളൊക്കെ നോക്കിയാൽ തന്നെ കാണാൻ നല്ലൊരു അട്രാക്ഷൻ ആണ്. വീട് കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ ടോപ്പിൽ കാണുന്ന ഭാഗത്തൊക്കെ ഭംഗിയായിട്ടാണ് ഡിസൈനുകളും ടെക്സ്ചർ വർക്കുകളും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ നടന്നു വന്ന് വീടിന്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഈ ഒരു സൈഡിലേക്ക്, അതായത് നമ്മൾ വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡിലൂടെ നമുക്കൊന്ന് കടന്നു പോയി നോക്കാം. ഇവിടെയൊക്കെ നോക്കിയാൽ ഏരിയ സ്പേഷ്യസ് ആണ്, കാരണം 4 സെന്റ് സ്ഥലം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്ലോറിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ മെറ്റൽ ഷിപ്പാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ക്ലോത്തുകളെല്ലാം അലക്കാനായിട്ട് നല്ലൊരു അലക്ക് കല്ല് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിന്റെ ബാക്ക് സൈഡ് ആണ്. നിങ്ങൾക്ക് ചെടികളൊക്കെ നടാനായിട്ടോ പച്ചക്കറി തോട്ടത്തിനൊക്കെ നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള റൈറ്റ് സൈഡ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗവും നല്ല സ്പേഷ്യസ് ആണ്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള റൈറ്റ് സൈഡിലൂടെ നോക്കുമ്പോൾ ഇവിടെയും ഏരിയ സ്പേഷ്യസ് ആണ്. മെറ്റൽ ഷിപ്പാണ് വിരിച്ചിരിക്കുന്നത്. കിണർ ഇവിടെയാണ് വരുന്നത്. കിണറിന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം അറിയണ്ടേ? ഇൻഫോ പാർക്ക് വളരെ അടുത്താണ്, വെറും 5.6 കിലോമീറ്റർ. കളക്ടറേറ്റിലേക്ക് നോക്കുവാണെങ്കിൽ കളക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്നത് സീപോർട്ട് എയർപോർട്ട് റോഡാണ്. അവിടെയാണ് നമുക്ക് സ്കൂളുകൾ ഉള്ളത്, സൺറൈസ് ഹോസ്പിറ്റൽ ഉള്ളത്, ഭാരത് മാതാ കോളേജ് എല്ലാം. അവിടേക്ക് വെറും 4 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളിയിലേക്ക് 6.5 കിലോമീറ്റർ. കളമശ്ശേരി കുസാറ്റ് എല്ലാവർക്കും അറിയാം, അവിടേക്ക് വെറും 5 കിലോമീറ്റർ. ആലുവയിലേക്ക് 9.5 ആണ്. എയർപോർട്ടിലേക്ക് വെറും 18 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. 4 സെന്റിൽ 1750 സ്ക്വയർ ഫീറ്റിലാണ് മനോഹരമായ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ഭംഗിയായിട്ടുള്ള ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ട്. 2 or 3 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വാസ്തുപരമായിട്ട് കിഴക്കോട്ടാണ് വീടിന്റെ ദർശനം. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് ഭംഗിയായിട്ട് 2 പാളിയിലാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. സൈഡിലായിട്ട് നല്ല ഭംഗിയായിട്ട് 2 വിൻഡോസ് നമുക്ക് കിട്ടുന്നുണ്ട്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ നമ്മൾ വന്ന് നിൽക്കുന്നത് ലിവിംഗ് കം ഡൈനിങ് സ്പേസിലാണ്. നല്ല വൈറ്റ് കളറുള്ള ഫ്ലോർ ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് കം ഡൈനിങ് സ്പേസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സംശയിക്കേണ്ട, കാരണം വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ലിവിങ്ങിനായിട്ടും ഡൈനിങ്ങിനായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ടി വി വെക്കാനായിട്ട് ഈ ഒരു ഭാഗത്താണ് അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് 2 സൈഡിലായിട്ട് 2 വിൻഡോസും കിട്ടുന്നുണ്ട്. ഈ ഒരു പോർഷനിലേക്ക് നമുക്ക് ഇവിടെ ടി വി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ ഭംഗിയായിട്ട് കൊടുത്തിട്ട് ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകളിൽ വിരിച്ചിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗം, ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇൻവെർട്ടർ വെക്കാനൊക്കെ അവിടെ യൂസ് ചെയ്യാം. ഈ ഒരു ഏരിയയിൽ ഭംഗിയായിട്ടുള്ള നല്ലൊരു പാനലിംഗ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് കം ഡൈനിങ് സ്പേസിന്റെ റൂഫ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള വർക്കുകളാണ് റൂഫിൽ വരുന്നത്. ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും വരുന്നുണ്ട്. ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ഡൈനിങ്ങിനായിട്ട് യൂസ് ചെയ്യാം. വലിയ ടേബിൾ തന്നെ നമുക്ക് ഇടാനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ വി ഗാർഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നിങ്ങളുടെ വാഷ് ഏരിയ വരുന്നത്. ഭംഗിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മിറർ വെച്ചിട്ടുണ്ട്. വാഷ് ബേസിൻ ഇവിടെയാണ്. താഴെ കബോർഡുകളായിട്ടും തിരിച്ചിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ ആണ് ഈ ഒരു വീട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. എൻട്രൻസ് തന്നെ നല്ല ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട്. മുകളിലൊക്കെ പാനലിംഗ് വർക്കുകൾ കൊടുത്തിട്ട് നമുക്ക് 2 ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. താഴെ കാണുന്ന ഈ ഒരു പോർഷൻ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസിന്റെ വർക്കുകളും ഷെൽഫുകളും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഒരു ഷെൽഫ് ആയിട്ടാണ് ക്രോക്കറി ഐറ്റംസ് ഒക്കെ ഇവിടെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് യൂസ് ചെയ്യാം. കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിൽ ഈ ഒരു കാണുന്ന അപ്പർ പോർഷൻ ആണെങ്കിലും കിച്ചണിന്റെ കൗണ്ടർ ടോപ്പ് എല്ലാം തന്നെ ഭംഗിയായിട്ട് ഡിസൈനുള്ള ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്.
കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വാസ്തുപരമായിട്ട് നിങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്യാവുന്നതാണ്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ്. 2 വിൻഡോസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും നല്ല വുഡൻ ഡിസൈൻ കൊടുത്തിട്ടാണ് ഇവിടുത്തെ കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചൺ നമുക്ക് കിട്ടുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും ഇവിടെയാണ് വരുന്നത്. ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് അത് കവർ ചെയ്തെടുത്താൽ നല്ലൊരു വർക്ക് ഏരിയ കൂടി അവിടെ കിട്ടുന്നതാണ്. നമുക്ക് ഇവിടെ താഴെ വരുന്ന ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ്. 10 അടി നീളവും 9.5 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. 2 ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബോർഡ് വരുന്നത് ഈ ഒരു ഭാഗത്ത് ഒരു വുഡൻ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനടുത്തായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോർ നോക്കുവാണെങ്കിൽ നല്ലൊരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടും സൗകര്യങ്ങളോട് കൂടിയിട്ടുമാണ് അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ടൈലുകളാണെങ്കിലും നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്സ് കയറി നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു വിൻഡോ കിട്ടുന്നുണ്ട്. വീടിന്റെ അപ്പർ ലിവിംഗ് സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെ വലിയൊരു ഹാള് തന്നെ ഇവിടെ അപ്പർ ലിവിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് 3 വിൻഡോസ് വരുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, നല്ലൊരു ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് ടി വി വയ്ക്കാനുള്ള അറേഞ്ച്മെന്റ്സ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. എത്ര വലിയ സോഫ സെറ്റ് ഇട്ടാലും നല്ല രീതിയിൽ ടി വിയിലേക്ക് വിഷൻ കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഏറ്റവും വലിയ പ്രത്യേകത അനാവശ്യമായ യാതൊരു വർക്കുകളും റൂഫിൽ ചെയ്തിട്ടില്ല. സിമ്പിൾ ആയിട്ടാണ് റൂഫ് വരുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഇവിടെയായിട്ട് വിൻഡോസും മിഡിൽ പോർഷനിൽ ഡോറും വരുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്താൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ആയ ബാൽക്കണി കിട്ടുന്നുണ്ട്. താഴെ നിന്നുള്ള ഡിസൈനർ പില്ലർ തന്നെയാണ് ഇവിടേക്കും കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. മുകളിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. നല്ല സേഫ് ആയിട്ട് ഹാൻഡ് റെയിൽസും കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ താഴെ ഒരു ബെഡ്റൂം കണ്ടു. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. ഓരോ ബെഡ്റൂമുകളിലേക്കും വരുന്ന വഴിയൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. ഏരിയ നല്ല സ്പേഷ്യസ് ആണ്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ എല്ലായിടത്തും സെയിം തന്നെയാണ്. ബെഡ്റൂം സൈസ് 10.5 അടി നീളവും 9.5 അടി വീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. എല്ലാ റൂമുകളിലും എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. താഴെ കണ്ട സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഡിസൈനോട് കൂടിയ ഡോറാണ് അറ്റാച്ച്ഡ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത്. ടൈലുകൾ നോക്കിയാലും നല്ല ഫ്ലവർ ഡിസൈൻ ഒക്കെ വെച്ചിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടും ഭംഗിയായ കളർ കോമ്പിനേഷനിലും സൗകര്യത്തോടു കൂടിയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 3rd ബെഡ്റൂം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. 3ാമത്തെ ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 10.5 അടി നീളവും 10 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് 3 വിൻഡോസ് ഉണ്ട്. റൂഫിൽ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെയിം ഡിസൈൻ വരുന്ന അതേ മോഡൽ വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. നല്ല ഫ്ലവർ ഡിസൈൻ ഉള്ള ഡോറാണ് അറ്റാച്ച്ഡ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത്. 3 ബാത്റൂമുകളിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻ വരുന്ന ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. 3 ബാത്റൂമുകളും എടുത്തു പറയേണ്ടതാണ്. നല്ല സൗകര്യത്തോടു കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീഡിയോ കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഇനിയും കാണാനുണ്ട്. നമ്മൾ ഫസ്റ്റ് ഫ്ലോർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് വെച്ചിട്ട് മുകളിലേക്ക് കയറി പോവാണ്. കോൺക്രീറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ കവർ ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റ് ആയിട്ടാണ്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് റൂഫിൽ കാണാം, സ്കൈ ആണ് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റുന്നത്. പെർഗോള മോഡലാണ് ചെയ്തിരിക്കുന്നത്. സൺലൈറ്റ് നല്ല രീതിയിൽ അകത്തേക്ക് കടന്നു വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറും കഴിഞ്ഞ് വീടിന്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ കവർ ചെയ്ത നിങ്ങളുടെ യൂട്ടിലിറ്റി ഏരിയ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. കാരണം വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു ഹാളാണ്. നിങ്ങൾക്ക് ഇവിടെ എന്ത് സൗകര്യം വേണമെങ്കിലും ചെയ്യാൻ. വേണമെങ്കിൽ പാർട്ടീഷൻ ചെയ്യാം, ബെഡ്റൂം ആയിട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം, റീഡിംഗ് റൂം ആയിട്ട് ചെയ്യാം. അതിനൊത്ത സൗകര്യത്തോടു കൂടിയിട്ടാണ് ഈ ഒരു റൂം ചെയ്തിരിക്കുന്നത്. എയർ ഹോൾ ഫെസിലിറ്റിയും വിൻഡോയും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ തേവയ്ക്കൽ ജംഗ്ഷനിൽ നിന്നും ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ്. കാരണം അത് ബസ് റൂട്ടാണ്. ഇൻഫോ പാർക്ക് കാക്കനാട് ബസ് പോകുന്ന റൂട്ടിൽ ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് തേവയ്ക്കൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്കും ഹോസ്പിറ്റൽസിലേക്കും എല്ലായിടത്തേക്കും കളക്ടറേറ്റ്, ഇടപ്പള്ളി, കുസാറ്റ്, ആലുവ എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. ഇതുപോലൊരു ലൊക്കേഷനിലേക്ക് നമുക്ക് ഒരുപാട് ആവശ്യക്കാരാണ് വീടുകൾക്കുള്ളത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ മാർബിൾ ഹോംസിലേക്ക് വിളിക്കേണ്ടതാണ്. ചിലപ്പോൾ നിങ്ങളാകാം ഈ വീട് സ്വന്തമാക്കുന്ന ആ ഒരു ഭാഗ്യശാലി. ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 1750 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 റൂമുകൾ, ബെഡ്റൂമുകൾ കൂടാതെ നമുക്ക് വലിയ ഒരു യൂട്ടിലിറ്റി ഏരിയ കൂടി ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. 4 സെന്റ് ഓഫ് ലാൻഡിൽ 1750 സ്ക്വയർ ഫീറ്റിൽ 3 BHK പ്ലസ് യൂട്ടിലിറ്റി റൂമായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ വലിയ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ വീട്ടിൽ കിട്ടുന്നുണ്ട്. വെൽ വാട്ടറും ഉണ്ട്. എല്ലാ സൗകര്യങ്ങളുടെയും നടുക്കാണ് വീട് സ്ഥിതി ചെയ്യുന്നത്.
വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 72 ലക്ഷം രൂപയാണ്. 72 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ് മാർബിൾ ഹോംസ് വഴി വരുമ്പോൾ. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയിലും ഈ വീട് സ്വന്തമാക്കാം. ഇതുപോലെ ലൊക്കേഷനിൽ വീടുകൾ വന്നാൽ അധിക നാൾ നിൽക്കില്ല, പെട്ടെന്ന് സെയിലായി പോകും. ഇന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.